ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. സിനിസ്ഥാൻ സ്റ്റോറി ടെല്ലർ കോൺടെസ്റ്റ് അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രിപ്റ്റ് കോൺടെസ്റ്റ്. അതിലേക്ക് സ്ക്രിപ്റ്റുകൾ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കോൺടെസ്റ്റ് നടത്തി അതിൽ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റിന് 25 lakhs വരെ, ഫസ്റ്റ് പ്രൈസിന് 25 lakhs ഒക്കെയാണ് അതിന്റെ പ്രൈസ് മണി. അത്രയും വലിയൊരു കോൺടെസ്റ്റ് ആണ്. 2018 ഇതിന്റെ ആദ്യ എഡിഷൻ നടക്കുമ്പോൾ അതിൽ സെക്കൻഡ് പ്രൈസ് അടിച്ച സ്ക്രിപ്റ്റ് ഈ വർഷം സിനിമയായിട്ട് ഇറങ്ങി. ഹിന്ദി സിനിമയാണ്, അതിന്റെ പേരാണ് ലാപ്പത്ത ലേഡീസ്. അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച സ്ക്രിപ്റ്റ് ആണ് ഇപ്പോ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സിനിസ്ഥാൻ കോൺടെസ്റ്റിൽ പ്രൈസ് അടിച്ച ആ ഡ്രാഫ്റ്റ് അല്ല ഇപ്പോ സിനിമയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്രിസ്റ്റോ ടോമിയാണ് ഇതിന്റെ സംവിധായകൻ. ഇതിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പാർവതിയും ഉർവശിയാണ്. അവരെ പറ്റി ഞാൻ ഈ വീഡിയോയുടെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിൽ സംസാരിക്കാം. ഉള്ളൊഴുക്ക് ഒരു എക്സെപ്ഷണൽ മൂവിയാണ്. ഒരു സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ മികച്ചു നിൽക്കുക എന്നുള്ളത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല. ഈ സിനിമയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഷഹനാദ് ജലാലിന്റെ സിനിമാറ്റോഗ്രാഫി ആയാലും ആർട്ട് വർക്ക് ആയാലും കോസ്റ്റ്യൂം, മേക്കപ്പ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണ്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ, അതായത് മഴ പെയ്യുന്ന, വെള്ളം പൊങ്ങുന്ന കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ മഴയ്ക്കും കെട്ടി നിൽക്കുന്ന വെള്ളത്തിനൊക്കെ ഈ സിനിമയിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദത്തിനും നല്ല പ്രാധാന്യമുണ്ട്. ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്. മഴയുടെ ഒരു പ്രസൻസ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതുപോലെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ ആ ഒരു ഭീകരതയും അതിന്റെ ഒരു പ്രസൻസും നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അത് നമ്മളിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ പാകത്തിലുള്ളൊരു വർക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുണ്ട്. അതിന് അവരെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഈ സിനിമയുടെ സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ്. കൊമേഴ്ഷ്യൽ ബിഗ്ഗികളായിട്ടുള്ള വലിയ പടങ്ങൾക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള പടങ്ങൾക്കും സുഷിൻ മ്യൂസിക് കൊടുക്കുന്നുണ്ട്. സുഷിന്റെ ഒരു റേഞ്ച് നമുക്ക് ഈ സിനിമയിൽ മനസ്സിലാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പൊങ്ങി വരുന്ന ഇമോഷൻസിനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളപ്പിച്ച് നിർത്തുന്നത് സുഷിന്റെ മ്യൂസിക്കാണ്. ഭയങ്കര കിടിലം വർക്കാണ്. ഒരുപക്ഷെ എത്രത്തോളം അപ്രിസിയേഷൻ കിട്ടും എന്നറിയില്ല. കാരണം ഒരു ലൈറ്റർ വേർഷനാണ്. നമ്മൾ ഈ ആവേശത്തിലോ അല്ലെങ്കിൽ മഞ്ഞുമല്ലോ കണ്ട പോലത്തെ ഒരു മ്യൂസിക് സ്കേപ്പ് അല്ല ഇതിന്റെ. കുറച്ചും കൂടി ടോൺ ഡൗൺ ആണ്. എന്നാൽ വളരെ നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന രീതിയിലാണ് മൂപ്പരത് ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളി വർക്കാണ് സുഷിന്റെ. ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ എടുത്തു പറയേണ്ട കുറച്ച് പ്രകടനങ്ങളുണ്ട്. അലൻസീർ ഉണ്ട്. ആസ് യൂഷ്വൽ മൂപ്പർ റോൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജയ കുറുപ്പ് അലൻസീറിന്റെ വൈഫായിട്ട് ഇതിൽ വരുന്നുണ്ട്. നല്ല പ്രകടനമായിരുന്നു. എന്നാലും എനിക്ക് ഒന്ന് എടുത്തു പറയണം തോന്നിയൊരു പ്രകടനമാണ് പ്രശാന്ത് മുരളിയുടെ. പ്രശാന്ത് മുരളിക്ക് ഒരുപാട് നല്ല ക്യാരക്ടർ റോൾസ് മലയാള സിനിമയിൽ ഇനിയും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഓൾറെഡി മൂപ്പരുടെ ചില സിനിമകൾ കണ്ടപ്പോൾ തോന്നിയിരുന്നു. അത് ഉറപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഈ സിനിമയിലും. നന്നായിട്ട് തന്നെ മൂപ്പർ ചെയ്തിട്ടുണ്ട്. അർജുൻ രാധാകൃഷ്ണന്റെ റോള് നല്ല നൈസായിരുന്നു. പാർവതി തിരുവോത്ത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് അവതരിപ്പിക്കുന്നത് പാർവതി തിരുവോത്താണ്. പാർവതിയുടെ കരിയറിലെ ഒരു മികച്ച പ്രകടനമാണിത്. ഇത് പാർവതിയുടെ കരിയർ ബെസ്റ്റ് ആണെന്ന് ഒരാൾ ആർഗ്യൂ ചെയ്താൽ വേണമെങ്കിൽ എതിർക്കണ്ട. അത്രയും നന്നായിട്ട് തന്നെ പാർവതി ചെയ്തിട്ടുണ്ട്. കുട്ടനാട്ടിലെ ആ അഞ്ജു എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് പാർവതി വളരെ നാച്ചുറലായിട്ട്, അത്രയും സ്വാഭാവികതയോടെ ആണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് വണ്ടറടിച്ചു പോകുന്ന ഒരു പ്രകടനം എന്ന് പറയുന്നത്, വണ്ടറടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു പ്രകടനം എന്ന് പറയുന്നത് നടി ഉർവശിയുടേതാണ്. ഒന്നും പറയാനില്ല. കുട്ടനാട്ടിലെ ലീലാമ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് ഉർവശി ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന പ്രകടനം ഇന്നത്തെ നമ്മുടെ കാലത്തിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് വിളിക്കുന്ന നടന്മാരുടെ ഒപ്പമോ അതിൻ്റെ മുകളിലോ ആണ്. അതായത് സൂപ്പർ സ്റ്റാർ എന്ന പദവി ആണുങ്ങൾക്ക് മാത്രമല്ല, ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊരു പേരിന്റെ ആവശ്യമില്ല. ഉർവശിയെ നമ്മൾക്ക് നിസ്സംശയം വിളിക്കാം സൂപ്പർ സ്റ്റാർ എന്ന്. അത്രയും കിടിലം ക്രാഫ്റ്റ് ഉള്ള ഒരു നടിയാണ്. കാലഘട്ടം എത്രയൊക്കെ മാറിയിട്ടും അവരുടെ ഉള്ളിലെ ആ ആക്ടർ അത്രത്തോളം റിഫൈൻ ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സിനിമയിൽ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്ന കുറച്ച് ഏരിയകളുണ്ട്. അതായത് ഇമോഷണലി ഇവരിയ്ക്കുന്ന സമയത്ത് ഇവരുടെ ഈ ചിന്നിലും ഈ ഭാഗത്തൊക്കെ ചെറിയ വിറയലുകളൊക്കെ വരും. അതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമയിൽ വന്നിരിക്കുന്നത് അറിയോ. കാരണം ഒരുപാട് ക്ലോസപ്പുകൾ ഉണ്ട് ഇതിൽ. പാർവതിക്കും അതുപോലെ തന്നെ ഉർവശിക്കും രണ്ടുപേരും അത് വളരെ ഭംഗിയിലാണ് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഔട്ട് ഓഫ് ഫോക്കസിൽ, അതായത് ഒരാൾക്ക് ഫോക്കസ് വരുമ്പോൾ മറ്റാൾ ഔട്ട് ഓഫ് ഫോക്കസിലായിരിക്കും ഉണ്ടാവുക. അവിടെ പോലും ആ ക്യാരക്ടറിന്റെ ഇന്റൻസിറ്റി അത്രയും ഭംഗിയിൽ, അത്രയും പവർഫുള്ളി നമ്മൾക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് രണ്ടുപേരുടെയും പ്രകടനം. അതിൽ ഉർവശിയുടെ പ്രകടനം എടുത്തു തന്നെ പറയണം. ഒരു വൈഡ് ഷോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കഥാപാത്രം ഉർവശി അല്ലെങ്കിൽ പോലും
ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രസൻസ് നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അത് അത്രയും എന്താ പറയുക, തേച്ച് മിനുക്കപ്പെട്ട ഒരു ആക്ടർക്ക് മാത്രമാണ് അങ്ങനെ സ്വാഭാവികതയോടെ ഒരു പെർഫോമൻസ് നമുക്ക് തരാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു ആക്ടർ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. അത് വളരെയധികം കിട്ടിയൊരു സിനിമയാണ് ഈ സിനിമയിൽ ഉർവശിയുടെ. വളരെ ഹാർട്ടിൽ ടച്ച് ആവുന്ന ഒരു കഥയാണ്. അതായത് മനുഷ്യന് ഒരുപാട് മുഖംമൂടികളുണ്ട്. ഞാനും നിങ്ങളോടൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് നടക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ. എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ മറച്ചു വെക്കുന്ന മനുഷ്യരുടെ, അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ, അതിൻ്റെ കോംപ്ലക്സിറ്റിയുടെ ഒക്കെ കഥ പറയുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കറന്റ് എന്നാണല്ലോ അർത്ഥം. അതായത് ഒഴുക്കിനുള്ളിൽ വേറെ ചില ഒഴുക്കുകളുണ്ട്, അത് പുറമേ നോക്കിയാൽ കാണണമെന്നില്ല. സിനിമയുടെ കഥ മുമ്പോട്ട് പോകുന്തോറും ഈ ഓരോ ഉള്ളൊഴുക്കുകളായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാത്ത പലതും റിവീൽ ആവുന്നുണ്ട്. സിനിമയുടെ ഓരോ ഘട്ടത്തിലും ഓരോരോ കാര്യങ്ങൾ റിവീൽ ആവുന്നുണ്ട്. അതാവുന്ന സമയത്തുള്ള ഇവരുടെയൊക്കെ പെർഫോമൻസ് കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഒരു മേജർ റിവീൽ ഷോട്ടിൽ വളരെ മെലോ ഡ്രാമയൊക്കെ ആയിട്ട് പോകേണ്ട ഒരു സീനൊക്കെ ഉർവശി അഭിനയിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. പറഞ്ഞു തീരുന്നില്ല, അത്രയും ഭംഗിയിലാണ് ഉർവശിയുടെ ഈ സിനിമയിലത്തെ പെർഫോമൻസ്. അവാർഡ് കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, പക്ഷേ ആസ് എ ഫിലിം ലവർ ഞാൻ വളരെ ചെറിഷ് ചെയ്യുന്നൊരു പെർഫോമൻസ് ആണ് ഉർവശിയുടെ ഈ സിനിമയിൽ. പ്രൈസ് അടിച്ച സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയണ്ട. വളരെ സ്ട്രോങ് ആയിട്ടൊരു കഥയാണ്. വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിലത്തെ ക്യാരക്ടേഴ്സിനെ ഇതിൻ്റെ എഴുത്തുകാരൻ, ക്രിസ്റ്റോട്ടോമിയൻ എഴുതിക്കുന്ന എഴുത്തുകാരൻ ജഡ്ജ് ചെയ്യുന്നില്ല. എല്ലാവരുടെ ശരികളെയും കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെ തെറ്റുകളെയും അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. ചിന്തിക്കാൻ നമ്മൾക്ക് വിടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ സിനിമ മനസ്സിൽ നിന്ന് പോകുന്നൊരു സിനിമയില്ല. തിയേറ്റർ വിട്ടാലും നമ്മൾ ഈ സിനിമയെ പറ്റിയൊക്കെ ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ഒരു കമേഴ്ഷ്യൽ വാല്യൂ തീരെ ഇല്ലാത്ത സിനിമയാണ്. കമേഴ്ഷ്യൽ വാല്യൂ ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ്, വിനോദം എന്നൊരു വാല്യൂ അതിലില്ലാത്ത സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ ഈ സിനിമ ജയിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന്റെ ഉത്തരവാദിത്തമാണ്. അതെങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ഉള്ളൊഴുക്ക് ഒരു കിടിലം പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഇതിൻ്റെ മേക്കിംഗ് നമ്മൾ തിയേറ്ററിൽ തന്നെ ഡിസർവ് ചെയ്യുന്നുണ്ട്. ആ കുട്ടനാടും പെയ്യുന്ന മഴയും കെട്ടി നിൽക്കുന്ന വെള്ളവും സുഷിൻ ശ്യാം അതിൻ്റെ കൂടെ തരുന്ന ആ മ്യൂസിക്കിലെ ഇമോഷൻസ് ഒക്കെ ഒരു ബിഗ് സ്ക്രീനിൽ നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കുമ്പോൾ ഈ സിനിമയുടെ ആത്മാവിനെ കുറച്ചും കൂടി നമ്മൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, വിജയിപ്പിക്കുക. അടുത്ത സിനിമയുടെ വിശേഷം കേട്ട് വീണ്ടും വരാം. കാണാം.